പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി. ഒരാളുടെ മരണത്തിൽ നമ്മളെല്ലാവരും സാധാരണ സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ഒരാൾ മരിക്കുന്നത് കൊണ്ട് മറ്റൊരാൾ സന്തോഷിക്കുന്നുവെങ്കിൽ ആ ഒരു മനുഷ്യൻ എത്രത്തോളം ദുഷ്ടനായിരിക്കണം, അല്ലേ? ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ആളൂരാൻ വക്കീലുണ്ടല്ലോ, അഡ്വക്കേറ്റ് ആളൂരാൻ, അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് നമ്മുടെ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട ജനങ്ങൾക്കൊന്നും സങ്കടമില്ല എന്ന് മാത്രമല്ല, പലരും സന്തോഷിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് നമ്മുടെ മരണപ്പെട്ടുപോയ ജിഷയുടെ മാതാവ് രാജേശ്വരിയും, അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ നമ്മുടെ സൗമ്യയുടെ മാതാവും. ശരിക്കും പറഞ്ഞാൽ അവരുടെ ദുഃഖം എത്രയാണെന്ന് നമുക്കൊന്നും ചിന്തിച്ചാൽ പോലും മനസ്സിലാവുന്ന കാര്യമല്ല. കാരണം നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ എപ്പോഴും വേദനയുടെ ആഴം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ, അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ചാനലുമായിട്ട്. അതായത് ഒരു ചാനലിൽ വന്നിട്ട് നമ്മുടെ രാജേശ്വരി അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ജിഷയുടെ അമ്മയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ജിഷയുടെ അമ്മ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ആളൂരാൻ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. ശരിക്കും അയാൾ അർഹിക്കുന്നത് തന്നെ അയാൾക്ക് കിട്ടി. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ആളൂരാൻ ഒരു തവണ കോടതിയിൽ വരണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് 5 ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 5 ലക്ഷം രൂപ ഒരു തവണ വരുമ്പോൾ കൊടുക്കാനായിട്ട് എത്ര പേരുടെ കയ്യിലുണ്ടാവും? അപ്പോൾ അത് മാത്രമല്ല, അവരുടെ മകൾ ജിഷയുടെ ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ആ പെൺകുട്ടിയുടെ, നമുക്കെല്ലാവർക്കും അറിയാം പെരുമ്പാവൂർ ജിഷയുടെ കൊലപാതക കേസിനെ പറ്റിയിട്ട്. ഒരുപാട് 9 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും ആ അമ്മയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ വളരെയധികം പല ചാനലുകളിലും വന്നിട്ട് സങ്കടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. അതുപോലെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്കിപ്പോഴും അവരുടെ ഹൃദയത്തിൽ അതൊരു വിങ്ങലായിട്ട് തന്നെ അവശേഷിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ആ അമ്മ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജിഷമോളെ കൊന്നവരെ ഇതുവരെയും തൂക്കിക്കൊല്ലാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴും അയാൾ ബിരിയാണിയും ചിക്കനും മട്ടനും ഒക്കെ തിന്നിട്ട് ജയിലിൻ്റെ മൂലയ്ക്കുള്ളിൽ നല്ല ഭദ്രമായിട്ട് സുഖമായിട്ട് വസിക്കുകയാണ്. എന്നിട്ട് ആ അമ്മ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും വിഷമം തോന്നിപ്പോയി കേട്ട ആ ഒരു സമയത്ത്. ആ അമ്മ പറഞ്ഞത് ഇത്ര മാത്രമാണ്: എൻ്റെ മകളെ കാലപുരിക്ക് അയച്ചവനെ ഇതുവരെയും തൂക്കിക്കൊല്ലാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് സാധിച്ചില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അവനെ ഇപ്പോഴും സംരക്ഷിക്കുകയാണല്ലോ ചെയ്യുന്നത്. എൻ്റെ മകൾക്ക് നീതി വേണ്ടേ, എനിക്ക് നീതി വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ അമ്മ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ദുഷ്ടൻ്റെ, അതായത് നമ്മുടെ അഡ്വക്കേറ്റ് ആളൂരാൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ പുള്ളിക്കാരൻ്റെ മരിച്ചുപോയ അയാളുടെ ശരീരം ഒരിക്കലും അടക്കരുത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ഒരിക്കലും പെട്ടുകൂട്ടി അവനെ അടക്കരുത്. അടക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്ത് പുഴുക്കളുണ്ടാവും. ആ ഒരു പുഴുക്കൾക്ക് പോലും അവൻ്റെ ആ ഒരു അവൻ്റെ വിഷം ആ പുഴുക്കളിൽ കൂടി ബാധിക്കും. വിഷപ്പുഴുക്കളായിരിക്കും. അതുകൊണ്ട് തന്നെ അവനെ ഒരിക്കലും പെട്ടിക്കൂട്ടി അടക്കരുത്. അവനെ കത്തിച്ച് കളഞ്ഞേക്കണം, കത്തിച്ച് ചാമ്പൽ പറത്തി കളഞ്ഞേക്കണം എന്നാണ് ആ അമ്മ പറയുന്നത്. ചുട്ടെരിച്ച് കളയണം എന്ന് വളരെ നികൃഷ്ടമായ രീതിയിൽ ആ അമ്മ പറയുകയാണ്. ശരിക്കും ആ അമ്മ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു അമ്മയെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അതൊക്കെ. അത് ഒരു അമ്മയ്ക്ക് മാത്രമേ അത് മനസ്സിലാവൂ. ശരിക്കും പറയുകയാണെങ്കിൽ, അമീറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ശരിക്കും ജിഷയെ കൊന്നത് അമീറാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ജയിലിൽ വച്ച് കണ്ട പലരും പറഞ്ഞിട്ടുണ്ട്, അമീറിന് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ തല കറങ്ങുന്ന ഒരു പ്രകൃതക്കാരനാണ് അമീർ എന്ന്, ആ ഒരു കാര്യം. എന്നിട്ട് ഈ ജിഷയുടെ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആളൂരാൻ എന്ന് പറയുന്ന ആ ഒരു വക്കീൽ, അതായത് ആദ്യം അമീറിന് വധശിക്ഷയ്ക്ക് വിധിച്ചതായിരുന്നു. പിന്നീട് അതിനെ ആ ഒരു കൊല്ലുന്ന ആ ഒരു പരിപാടിയിൽ നിന്നും ശരിക്കും ഇപ്പോൾ അയാളെ മരിക്കാതെ തന്നെ ജീവപര്യന്തം മോഡലിൽ അവിടെ ഇട്ടിരിക്കുകയാണ്. അതിന് കാരണക്കാരൻ ആളൂരാണെന്നാണ് ജിഷമോളുടെ അമ്മ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് ദൈവത്തിന് മാത്രം അറിയാം, അല്ലേ? എന്തായാലും അമീർ നിരപരാധിയാണെങ്കിൽ അയാൾ ഒരു കാരണവശാലും മരണത്തിന്
അയാളെ വിട്ടുകൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. എന്തായാലും എല്ലാം കാണുന്നുണ്ട് ദൈവം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ആളൂരാൻ എന്ന് പറയുന്ന ആ ഒരു വക്കീൽ. കാരണം അയാൾ ഇത്രയൊക്കെ 5 ലക്ഷം രൂപ ഒരു കേസിന് കോടതി വരുമ്പോൾ അയാൾക്കൊരു 4-5 വക്കീലും പകരം ഉണ്ട് എന്നാണ് പറയുന്നത്. സീനിയർമാരായ ഒരു 4-5 വക്കീലും ഉണ്ടാവും, അയാളും ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഡയറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് അയാൾക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം മേടിക്കുന്നത്. 53-ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ടു പോയപ്പോൾ വക്കീൽ ഇതിൽ 5 ലക്ഷം രൂപ പോയിട്ട് 5 രൂപ കാശെങ്കിലും കൊണ്ടുപോകാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതുകൊണ്ടാണ് പറയുന്നത്. ശരിക്കും എല്ലാവരും പറയാറുണ്ട് വൃക്കരോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്ന്. ശരിക്കും വൃക്കരോഗം വന്നിട്ടും അയാൾ രക്ഷപ്പെടാതെ പോയി. അദ്ദേഹത്തിന് 2 കിഡ്നി വേണമെങ്കിലും മാറ്റിവെക്കാനുള്ളത്ര ശേഷിയുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. അതിനാണ് പറയുന്നത് ദൈവഹിതം എന്ന് പറയുന്നത്. പ്രാക്ക് അല്ലാതെ മറ്റൊന്നുമല്ല. ഓരോ ഹൃദയങ്ങളും എരിഞ്ഞടങ്ങുന്ന പ്രാക്ക്. അത് ജിഷമോളുടെ അമ്മ തന്നെ പറയുന്നുണ്ട്. അവർ ആ ഒരു ജയിലിൽ ആ ഒരു കോടതിയിൽ ഓരോ തവണയും വാദം നടക്കുമ്പോൾ ആ അമ്മ നെഞ്ച് പൊട്ടി കരഞ്ഞിട്ടാണത്രേ ഇറങ്ങി വന്നിട്ടുള്ളത്. അതിൻ്റെ ശാപത്തിൻ്റെ ഫലമാണ് ഇവൻ ഇങ്ങനെ വന്നത് എന്നാണ് ആ അമ്മ തുറന്നു പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. നിങ്ങളുടെ സ്വന്തം ഉത്തരവുണ്ണി.